ഞാനൊരു വീഡിയോ കാണിക്കാം. ഓക്കെ. ഇത് കേരളത്തിൽ എവിടെയോ ആണ് ഓക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അത് എന്ത് അപകടകരമായിട്ടാണ് അവൻ വണ്ടി ഓടിക്കുന്നത് നോക്കെ. എന്നിട്ടത് ഇതേപോലെ മാസ് BGM ഇട്ട് സമൂഹ മാധ്യമങ്ങളിൽ ഇടുക. എന്നിട്ട് അതിൻ്റെ കമൻറ്റ് സെക്ഷൻ നോക്കണം. ഇവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഓരോ കമൻസുകളാണ് മൊത്തം. അത് എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അത് വളരെ അപകടകരമായിട്ടുള്ള രീതിയിലാണ് ആ വാഹനം ഓടിക്കുന്നത്. സ്പീഡ് കൊണ്ട് ഓവർടേക്കിംഗ് എല്ലാം അപകടകരമായിട്ടുള്ള രീതിയിലാണ് അവൻ ചെയ്യുന്നത്. അത് എൻ്റെ നമ്പർ കാര്യങ്ങളൊന്നും മറ്റു വണ്ടിയുടെ നമ്പറൊന്നും കാണാൻ പറ്റുന്നില്ല. ഓക്കെ, ആ രീതിയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത് കിട്ടത്തില്ല. ഞാൻ പറയുകയാണ്, അത് ഈ യുവതലമുറ എന്ന് പറയുന്നത് ആ കമൻറ്റ് സെക്ഷനിൽ കാണാൻ പറ്റും അവരുടെ ചിന്താഗതി എന്താണെന്നുള്ളത്. ഇവരിങ്ങനെ ചെന്നിട്ട് അത്രയും സ്പീഡിലൊക്കെ പോകുന്ന സമയത്ത് ചെറുതായിട്ട് ബാലൻസ് സെറ്റ് ചെയ്യാൻ മതി, പോയി അവൻ്റെ കാര്യം പോയി. അവൻ പോട്ടെ, അവൻ തീരുന്നതൊക്കെ നല്ല കാര്യം തന്നെയാണ്. ഓക്കെ, ഭൂമിക്ക് ഭാരമായിട്ടിരിക്കുന്നതിനെക്കാട്ടി നല്ലത് പോകുന്നത് നല്ലത് തന്നെയാണ് ഇവനെ പോലുള്ളവന്മാർ. അത് പറയുമ്പോൾ ഇനിയിപ്പോൾ കമൻറ്റ് സെക്ഷനിൽ കിടന്ന് മെഴുകാൻ സാധ്യതയുണ്ട്. പറയാനുള്ളത് പറയണമല്ലോ. ഇവനൊക്കെ ആയിരിക്കും നാളെ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ റോഡിൽ കൂടെ പോകുമ്പോൾ ഇടിച്ചിടുന്നത്. ഓക്കെ, അതും കൂടെ അത് ആലോചിച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മൾ നാളെ ബൈക്കിൽ പോകുന്ന സമയത്ത് ഇവന്മാരൊക്കെ ആയിരിക്കും വന്ന് വെച്ച് കയറുന്നത്. വട്ടം കയറി കഴിഞ്ഞാൽ തീർന്നു. ഓക്കെ, മരിച്ചു കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ. ഇത് കിടന്നു പോകുന്നേ, മരിച്ചില്ലെങ്കിൽ പെട്ട്. ഓക്കെ, അങ്ങനെ ഒരു സംഭവം കൂടിയുണ്ട്. യമാരുടെയൊക്കെ പോക്കിന് യമാർ പോയാൽ നമുക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ പറഞ്ഞല്ലോ. പക്ഷെ ബാക്കിയുള്ളവരെ കൊലയ്ക്ക് കൊടുക്കാതിരിക്കുക. യമാർ ചെന്നിട്ട് വല്ല ലോറിയുടെ അടിയിലൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. ബൈക്കിനകത്തൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? അവരും കൂടെ തീർന്നു. വഴി കൂടെ നടന്നു പോകുന്നവരുടെ നെഞ്ചെത്താ കയറുന്നെങ്കിൽ അങ്ങനെ കാര്യമാണ്. ഞാൻ വേറൊരു വീഡിയോ കൂടെ കാണിച്ചു തരാം. ഓടാമേ ഇതും കേരളത്തിലുള്ള സംഭവമാണ്. ഓക്കെ, കാണാൻ മനസ്സിലാവും. ഇവന്മാരൊക്കെ എന്താ പ്രശ്നം അറിയാമോ? ആ വണ്ടി നോക്കെ, ഇൻഡിക്കേറ്ററില്ല. അപ്പോൾ ഇതിൻ്റെ താഴോട്ട് ക്യാമറ വിളിച്ചത് എനിക്കറിയാൻ പാടില്ല. എന്നാലും വണ്ടിക്ക് ഇൻഡിക്കേറ്ററൊന്നുമില്ല. പിന്നെ ഇട്ട് പൊട്ടിക്കുകയാണ് വണ്ടി. എന്നിട്ട് പോലീസുകാർ തെറി വിളിക്കുന്നു. ഇതൊക്കെ ഒരു മാസമായിട്ട് കാണുമ്പോൾ ജനത ഇപ്പോഴും ഉണ്ടല്ലോ എന്ന് ഞാൻ ആലോചിക്കുകയാണ്. യുവന്മാരൊക്കെയാണല്ലോ പുതിയ തലമുറ എന്ന് ആലോചിക്കുമ്പോൾ